മദ്യപാനത്തിന്റെ കാര്യത്തിൽ കേരളം പഞ്ചാബിനെ കടത്തിവെട്ടുന്നു എന്ന് പറയുമ്പോഴും കേരള സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള 4 സുഹൃത്തുക്കൾ നമ്മോടൊപ്പമുണ്ട്. മദ്യപാനത്തെ എങ്ങനെ കാണുന്നു? ഗായത്രി, ഈ ഒരുപാട് ഒരുപക്ഷെ പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, അത് വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കൊള്ളത്തരം പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ മദ്യം ഒരു പ്രധാന വില്ലനാണെന്ന് പലപ്പോഴും പറയുന്നു. ഒരിക്കലുമല്ല. മദ്യം മാത്രമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രേരിപ്പിക്കുന്നു, മദ്യം കഴിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെ അവർക്ക് ഒരു പ്രേരിതമാകുന്നു, അങ്ങനെ ഒരു ചിന്തയെ അങ്ങനെ ഒരു ഇത് പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മദ്യം മാത്രമല്ല, കാരണം മദ്യം ഒരു ലഹരി തരുന്നു, അത് കാരണം നമുക്കിങ്ങനെ ഒക്കെ തോന്നുന്നു എന്നുള്ളതല്ലാതെ ഇതൊക്കെ നമുക്ക് മീഡിയ ആണ്. എനിക്ക് പറയാനുള്ളത് മീഡിയ ആണ് ഇതിന്റെ മെയിൻ റീസൺ എന്നാണ്. സ്റ്റീരിയോ ടൈപ്പ് നൽകുന്നത് മീഡിയയുടെ കുഴപ്പമാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മദ്യപിക്കുന്നവർ മര്യാദയ്ക്ക് മദ്യപിക്കുന്നു, പീഡിപ്പിക്കുന്നവർ പീഡിപ്പിക്കുന്നു. രണ്ട് വഴിയാണ്. ഗായത്രി ഭാവിയിൽ കിട്ടുമ്പോൾ ഒരു ചെറുക്കനെ നല്ല കുടിയനായ ഒരുത്തിനെ കിട്ടാൻ ആഗ്രഹിക്കുക, കുടിക്കാത്തൊരുത്തിനെ കിട്ടാൻ ആഗ്രഹിക്കുക? ഒരിക്കലുമില്ല. മീഡിയം ഒരുവിധം കുടിച്ചിരിക്കണം, മാന്യമായി കുടിക്കണം, കൂടെ നമുക്ക് കുടിക്കാൻ പറ്റണം. അങ്ങനെയില്ല. ഇപ്പൊ നമ്മളിപ്പോ അയാള് റം കുടിക്കുമ്പോൾ നമുക്ക് ബീറങ്ങി കുടിക്കണ്ടേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ ഒരാള് മദ്യപാനി ആവരുത് എന്റെ ഭർത്താവ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവിധം കുടിച്ചിരിക്കണം, അധികം ഒരു മുഴുകുടിയൻ ആയിരിക്കരുത് എന്നെനിക്ക്. അതെ, മുഴുകുടിയൻ ആയിരിക്കരുത് എന്ന് അരക്കുടിയനാവാം, മുഴു വേണ്ട. ഓക്കെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഗായത്രി ചിന്തിക്കുന്നത് ഒരു അരക്കുടിയനായാൽ കൊള്ളാം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിയുടെ ഒരു പോസിബിൾ ലിസ്റ്റില് അനന്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം. അനന്ത് കുടിക്കില്ല എന്ന് അനന്ത് പറഞ്ഞിട്ടില്ല. അനന്ത് കുടിക്കില്ല, കുടിപാടില്ല എന്നാണ് അനന്ത് പറഞ്ഞത്. അത് എനിക്ക് അറിയത്തില്ല. കള്ളനാണെന്നാ പറയുന്നത്. അനന്ത് കള്ളനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല അയാളുടെ ജീവിതത്തിൽ. അയാൾ കുടിയനല്ലെങ്കിൽ ഇയാളെ പോലത്തെ ഒരുത്തന് ഇയാളെ ലിസ്റ്റിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടിയനല്ല, ഒരിക്കലും കുടിച്ചിരിക്കാത്ത ഒരാൾ വേണം എന്റെ ഭർത്താവായിട്ട് എന്ന് എനിക്കില്ല. എന്നാൽ ഒരു കുടിയനാവരുത് എന്നെനിക്കുണ്ട്. ഓക്കെ. താങ്കൾ എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ ഇപ്പൊ എന്നോട് യോജിക്കുന്നുണ്ട്. ഒരു പകുതി കുടിക്കുന്ന ഒരാൾ ആവുന്ന പകുതി കുടിക്കുന്നതും കാൽഭാഗം കുടിക്കുന്നതും ഒരു തുള്ളി കുടിക്കുന്നതും മദ്യപാനിയെ എനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ പോയിന്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാര്യം ഈ സംഭവം എന്ന് പറയുന്നത് പൈസ വേസ്റ്റ് മാത്രമല്ല, ഒരു സംഭവം ഒരു കൈപ്പേറിയ ഒരു സാധനം അകത്ത് പോകുമ്പോഴത്തേക്ക് മൈൻഡ് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചുരുക്കി പറഞ്ഞ ഫിലിപ്പോ ചേട്ടനെ പോലത്തെ ആള് പ്രണയിക്കാൻ വന്നു കഴിഞ്ഞാൽ വിരട്ടി ഓടിക്കും. ഉറപ്പായിട്ട് ഞാൻ ദൂരം നിർത്തും. ഉറപ്പായിട്ടും നിർത്തും. അല്ലാതെ ലിക്കർ ഒന്നും അടിക്കാതെ നോർമലായിട്ട് തിങ്ക് ചെയ്ത് നോർമലായിട്ട് പ്രവർത്തിക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ള മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കണം, ഗായത്രിമാര് സമൂഹത്തിലുണ്ട്. അനന്ത് എന്ത് പറയുന്നു? ഇപ്പൊ ഗായത്രി ശക്തമായൊരു പോയിന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇയാള് പറഞ്ഞുവെങ്കിലും കുടിയനാണ്. ഇൻഡയറക്ട്ലി പറയാതെ പറഞ്ഞു. എന്നെ പറ്റി മറ്റുള്ളവർ പറയുന്നില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. അതിന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു മാന്യമായ മദ്യപാനം കുഴപ്പമില്ലെന്ന്. എങ്കിൽ പിന്നെ റേപ്പ് ചെയ്തിട്ട് മാന്യമായ റേപ്പ് കുഴപ്പമില്ല, മോഷ്ടിച്ചിട്ട് മാന്യമായ മോഷണം കുഴപ്പമില്ല എന്ന് പറയും പോലെ ആയിപ്പോവും. മദ്യപിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡൽഹി കേസെടുക്കാം. മദ്യപിച്ചതിന് ശേഷം മകളെ പീഡിപ്പിച്ചു അച്ഛൻ, മദ്യപിച്ചതിന് ശേഷം. എങ്കിൽ മദ്യപിച്ചതിന് ശേഷം നല്ലൊരു കാര്യം ചെയ്ത ആരെക്കുറിച്ചെങ്കിലും നമ്മൾ വായിച്ചിട്ടതായിട്ടോ അറിഞ്ഞതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഫിലിപ്പോസ്, ഇപ്പം കേരള പഞ്ചാബിനെ കടത്തിവിട്ടിരിക്കുന്നു മദ്യത്തിന്റെ ഉപയോഗത്തിൽ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആനന്ദിക്കണമോ അതോ ദുഃഖിക്കണമോ? ആനന്ദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ദുഃഖിക്കേണ്ട കാര്യവുമില്ല. ഇത് ലോകം ഉണ്ടായ കാലം മുതൽ മദ്യപാനമുണ്ട്. എല്ലാ കേരളത്തിൽ ഇപ്പൊ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിലോ പത്രവാർത്തകളിലോ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യം. കേരളത്തിൽ ഈ റേപ്പ് നടന്നതും ഈ റേപ്പ് 60% പേരും പുരുഷന്മാരിൽ മദ്യപിക്കുന്നവരുണ്ട്. അവരെല്ലാം റേപ്പ് ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും സംഭവം കേരളത്തില്. ഇവിടെ എന്തെല്ലാം നിയമങ്ങളുണ്ട്. ഈ പോലീസുകാർ കുറ്റം കൃത്യങ്ങൾ ചെയ്യുന്നില്ലേ? അവരെല്ലാം കുടിച്ചിട്ടാണ് ഡ്യൂട്ടിയിലെ. അതല്ല പ്രശ്നം. ഇവിടെ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടാകും. ബീവറേജ് കോർപ്പറേഷനിലെ ക്യൂ ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു 2-3 കൗണ്ടർ ഉണ്ടെങ്കിൽ ഈ ക്യൂ ഉണ്ടാവില്ല. ബാംഗ്ലൂരിലെ ഇതിൽ കൂടുതൽ മദ്യഷാപ്പുകളിലെ നമ്മുടെ കേരളത്തിൽ കണ്ണൂരിനും കോഴിക്കോടിനും ഇടയ്ക്ക് മാഹി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മുട്ടിന് ഓരോ 10 അടിക്ക് ഇടയ്ക്ക് ഒരു ബീവറേജ് അല്ല ഒരു മദ്യഷാപ്പുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ ഈ ക്യൂ ബേക്കറി ജംഗ്ഷനിലും പേട്ടയിലും ഇവിടെ ആൾക്കാർ പോകുന്ന വഴിയിലെല്ലാം കൊണ്ട് ഇത് ക്യൂ വെക്കും. അതല്ല റേഷൻ കടകളല്ലേ? റേഷൻ കടകൾ കൂടെ വെക്കട്ടെ, ഇതല്ലേ സൂപ്പർ മാർക്കറ്റുകൾ കൂടി വിൽക്കട്ടെ. ബാംഗ്ലൂരിൽ അങ്ങനെയല്ലേ ചെയ്യുന്നില്ലേ? അപ്പൊ ഈ തിരക്കുണ്ടാവില്ല, ആൾക്കാർ രഹസ്യമായി വാങ്ങിച്ചോണ്ട് പോയി. ഇത് അങ്ങനെയല്ല. ഒരു സർക്കാരിന്റെ വേറൊരു പോളിസി, ഒരു നയമാണെന്ന് പറഞ്ഞാൽ വ്യാജമദ്യ
അവരെ പ്രോത്സാഹിപ്പിക്കുകയും ബാറുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ബീവറേജ് കോർപ്പറേഷനിൽ ഒരു കൗണ്ടറേ ഉള്ളൂ. അപ്പം നീണ്ട ക്യൂ കാണും. ഒരു 4-5 കൗണ്ടറിന്റെ ക്യൂവും കാണെങ്കിൽ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഈ ബാറിൽ കച്ചവടം കുറയും. ബാറിൽ 8 മണി മുതൽ രാത്രി 12 മണി വരെ വിൽക്കാം. ബീവറേജ് കോർപ്പറേഷൻ രാവിലെ 10 മണി മുതൽ 9 മണി വരെയേ ഉള്ളൂ. ഇപ്പൊ ഈ മറ്റ് മദ്യ ലോബികളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പൊ നമ്മൾ വഴിയെ പോകുമ്പോൾ കാണുമ്പോൾ ക്യൂ കാണുമ്പോൾ വിചാരിക്കും കേരളത്തിലുള്ളവരെല്ലാം മദ്യപാനികളാണെന്ന് വിചാരിക്കും. ഇതേ മദ്യപാനം എന്ന് പറഞ്ഞത് കഴിക്കുന്നവരെ 90% പേരും ഒന്നോ രണ്ടോ. പിന്നെ പൊതുവായുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഗാർഹികപീഡനം, എക്സാമ്പിൾ ആക്സിഡന്റുകൾ, രണ്ടാമത്തെ കാര്യം ആത്മഹത്യകൾ, അക്രമ സംഭവങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സ്പിരിറ്റ് കിട്ടാൻ വേണ്ടി സ്പിരിറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് പൊതുവായിട്ടുള്ള വിദഗ്ധന്മാരുടെ ഒരുപാട് പഠനങ്ങൾ. അപ്പം മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുന്ന അവസരത്തിൽ ആരോഗ്യത്തിന്റെ, അത് ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യത്തിന്റെ സർവ്വ സംഭവങ്ങളെ സമഗ്രമായിട്ട് അത് ബാധിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായം. ആ അഭിപ്രായം ഒരു ശാസ്ത്രീയമായ അടിത്തറയിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും? ഗായത്രി പറഞ്ഞതുപോലെ തന്നെ മീഡിയയുടെ ഒരു പ്രശ്നമുണ്ട്. സിനിമ, ഈ സിനിമ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും ഒരു സ്റ്റണ്ടിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് പോകുന്നതിന് മുമ്പ് ഒരു കുപ്പി എടുക്കുന്നു, കുടിക്കുന്നു, വലിച്ചെറിഞ്ഞിട്ട് ഏതോ വീര്യം കിട്ടുന്ന പോലെ ശക്തി കൂടുന്ന രീതിയിൽ, ശക്തിമാൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഇതിനെ തളയിടുവാൻ വേണ്ടി എന്ത് പ്രതിവിധികളാണ് താങ്കൾക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂൾ, വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മദറും ഫാദറും ഇനിയത്തെ ന്യൂ ജനറേഷൻ ആ കുട്ടികളെ ചെറുതിന്ന് തന്നെ ഇതിന്റെ ഒരു ബാഡ് ഇമ്പാക്ട് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ഒരൊറ്റ സംശയം അവിടെ തുടങ്ങുമ്പോൾ ഒരു സംശയം, താങ്കൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളുടെ അയൽവക്കത്ത് താമസിക്കാൻ ശ്രീമാൻ ഫിലിപ്പോസ് എന്നിരിക്കട്ടെ, അവിടുത്തെ അങ്കിളിന് അമ്മ കാണുന്നില്ല, എന്ത് ഭംഗിയായിട്ട് മദ്യവെച്ചിട്ട് പാട്ട് പാടുന്നു എന്ന് പറയുന്ന അയൽക്കാരുണ്ടെങ്കിൽ അവരെ അടുത്ത് താമസിപ്പിക്കും, അത് ആട്ടി പായിപ്പിക്കും, എന്ത് ചെയ്യും? നമുക്ക് ആട്ടി പായിപ്പിക്കാനൊന്നും അങ്ങനെ അവരുടെ പ്രോപ്പർട്ടി താമസിക്കുക, അവർ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ. ആ ലേഡി ഇതാ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതിലൂടെയാണ് അവരത് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നാച്ചുറൽ ആയിട്ട് അത് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് മൈൻഡ് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. മദ്യപിക്കുമ്പോൾ ലേഡി അദ്ദേഹത്തിന്റെ വൈഫ് സന്തോഷമായിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നുകൊണ്ട് മദ്യവും പ്രാർത്ഥനയും ശരിക്കും കോൺട്രാസ്റ്റ് സമാന്തരമായിട്ട് രണ്ട് ഒരേ സമയം നടക്കുന്നു. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മദ്യപാനവും പ്രാർത്ഥനയും. ഒരു മിനിറ്റ് ബൈബിളിൽ പറയുന്നുണ്ട് മദ്യപിക്കണമെന്ന്. ക്രിസ്തു മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത അത്ഭുതം ഏതാണ്? കാനായിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി. 1 തീമോത്തിയോസ് 5:23 ബൈബിളിൽ പറയുന്നുണ്ട്, തന്റെ അജീർണത മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പച്ചവെള്ളം മാത്രമല്ല അല്പം വീഞ്ഞും കൂടെ കഴിക്കാൻ. അതായത് വീഞ്ഞ് എന്ന് പറയുന്ന അന്ന് ആ കാലഘട്ടത്തിൽ വീഞ്ഞേ ഉള്ളൂ, സ്കോച്ചൊന്നുമില്ല. അപ്പൊ വീഞ്ഞ് കുറച്ച് വീഞ്ഞ് വരും. മദ്യപിച്ച് മതോമത്തിനാകരുതെന്ന് തന്നെയേ പറയുന്നുള്ളൂ. അല്ല, വീഞ്ഞിന്റെ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ. വീഞ്ഞ് 5% ആൽക്കഹോള്, ഈ ബ്രാൻഡിക്കകത്ത് ഒരു 45%. വൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ എല്ലാ കല്യാണങ്ങൾക്കും ബാപ്റ്റിസത്തിനെല്ലാം വൈൻ എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഫ്രഷ് ഗ്രേപ്സ് വെച്ചും ഡ്രൈ ഗ്രേപ്സ് വെച്ചും അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇൻടോക്സിക്കൻ കൂടുതലാകാൻ വേണ്ടി ലിക്കർ ഒഴിച്ച് ചെയ്യാറുണ്ട്. ഞാൻ വൈൻ ചെയ്യാറ്. ഞങ്ങൾ ക്രിസ്മസിന് കേക്കും വൈനും ഉണ്ട്. പ്യുവർ ഗ്രേപ്സ് എടുത്തിട്ട് നമ്മൾ അത് ബോയിൽ ചെയ്ത് അത് ലിക്കർ ആണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത്. അത് നമുക്കറിയത്തില്ല. കാര്യം ഈ പറഞ്ഞ കണക്ക് ഫസ്റ്റ് മിറക്കിൾ ജീസസ് ക്രൈസ്റ്റ് ചെയ്തത് വൈൻ ആക്കുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ വൈൻ എന്ന് പറയുന്നത് ഇന്നും ഞങ്ങൾ വൈൻ ചെയ്യുന്നുണ്ട്, അത് ട്രഡീഷണൽ ആയിട്ടുണ്ട്. അത് ലിക്കർ ആണെന്നും പറഞ്ഞുകൊണ്ട് അത് കുടിച്ചിട്ട് തെറി വിളിക്കുകയോ. ഫണ്ട് 5% ആണ് ക്രിസ്തു ചെയ്യുന്നത്, ഇപ്പൊ 45% ചെയ്തോട്ട് തെറി വിളിച്ചോ, റേപ്പ് ചെയ്തോ, മദ്യപിച്ചോ, ആക്സിഡന്റ്സ് ആയിക്കോ എന്നുള്ള രീതിയിൽ അന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. ഗായത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഇവിടുത്തെ നിയമം ഉണ്ടായിരുന്നത് 18 വയസ്സ് വെച്ച് കുടിക്കാമെന്നായിരുന്നു. പക്ഷെ ആ നിയമം ഇപ്പോ ലോകാരോഗ്യ സംഘടനയുടെ നിലപാടുകളുടെ ഉൾപ്പെടെയുള്ളത് അംഗീകരിച്ചുകൊണ്ട് 21 വയസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗായത്രിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 19. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ നിലയ്ക്ക് മാറ്റം ഉണ്ടാക്കിയതിനെ കുറിച്ച് താങ്കൾ എങ്ങനെ കാണും? എനിക്ക് ഇപ്പോ 21 വയസ്സാക്കി എന്ന് പറഞ്ഞിരുന്നാലും ഇപ്പൊ അവര് പറഞ്ഞിരുന്നാലും ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ഇപ്പൊ എനിക്കറിയാവുന്ന കുട്ടികൾ തന്നെ ഇപ്പൊ ഒരുപാട് ആൺകുട്ടികളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരില് ഒട്ടുമിക്ക കൂടുതലും ഒരു 91% ആൾക്കാരും
കുടിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴും കുടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 21 വയസ്സിൽ താഴെയുള്ളവർ. ഇന്നലെ തന്നെ ഞാനിപ്പോ എന്റെ കോളേജിൽ പോയപ്പോ എന്റെ അടുത്തിരുന്ന് സംസാരിച്ചൊരു കുട്ടി, ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞു അയാൾ മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ട്, ആ ഉണ്ട് എന്ന് പറഞ്ഞു. കോളേജിലാണ്, ക്യാമ്പസിനകത്ത് നടക്കുന്ന സംഭവമാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കഞ്ചാവ് അടിക്കുന്നവരും കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും കോളേജിനുള്ളിൽ തന്നെ അടിക്കുന്നവരൊക്കെ എനിക്ക് നല്ലപോലെ പരിചയമുണ്ട്. ഒരു കാര്യം ഗായത്രി പറഞ്ഞു, ഒരു അരക്കുടിയനെ അംഗീകരിക്കും മുഴുക്കുടിയനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഭർത്താവായിട്ട് ഭാവിയിൽ. കഞ്ചാവിന്റെ കാര്യത്തിലോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ വേണ്ട എന്നാണ് ഞാൻ. കഞ്ചാവ് വേണ്ട. അനന്തോ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ക്യാമ്പസിൽ ഈ നിലയ്ക്കൊക്കെ മാറുന്നു. നമ്മുടെ ഗായത്രി അടുത്ത സുഹൃത്ത് ഏറ്റവും ശക്തമായിട്ട് വാദിക്കുന്നു, ഇത് വളരെ കുഴപ്പമില്ലാത്ത സാധനം, നല്ലതാണ്, ഒരു പരിധിവരെ കൊള്ളാം, ഒരു അരക്കുടിയനാവണം എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നു. വയസ്സ് കുറച്ചത് അല്ല, കൂട്ടുകയാണ് ചെയ്ത് കുടിക്കേണ്ട പ്രായം. എന്ത് തോന്നുന്നതിനെ കുറിച്ച്? സത്യം പറഞ്ഞ വിഷമത്തോടെ പറയുകയാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ ഇപ്പൊ ഓരോന്ന് പറയുന്നല്ലാതെ അതൊന്നും ചെയ്യുന്നില്ല. പണ്ട് ലഹരിയുടെ, അതായത് സിഗരറ്റ് വലിയും മറ്റും കൂടിയപ്പോ വന്നായിരുന്നു 18 വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്നതല്ല. അത് ആ ബോർഡ് കടകളിൽ നിർബന്ധമാക്കണം. ഓ ശരി, കടകളുടെ ഫ്രണ്ടിൽ വെച്ചു, അത് പതുക്കെ പതുക്കെ സെന്ററിലോട്ടായി, പിന്നെ ബാക്കിൽ, പിന്നെ അവിടെ എവിടെയെങ്കിലും കിടക്കും, ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നെ അതിന്റെ കൂടെ തന്നെ ഇറങ്ങി പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോഴെന്താ കാണുന്നത്? അപ്പോഴെന്താ നടന്നത്? അപ്പോഴേ അതുപോലെ വലിച്ചില്ല, ശരിതാ. ഇപ്പൊ നമ്മൾ പുറത്ത്, ഞാൻ ഇന്ന് വന്നപ്പോഴും കണ്ടു സിഗരറ്റ് വലിച്ചോണ്ടിരുന്നത്, മഴ, ചൂട്, പോലീസുകാർ കണ്ടിരുന്നു. അപ്പൊ ഇതുപോലത്തെ സുഹൃത്തുക്കളെ എന്ത് ചെയ്യും? ഇതുപോലുള്ള സുഹൃത്തുക്കളെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. ഈ മദ്യം ഏത് അളവിൽ കഴിച്ചാലും ആരോഗ്യത്തിന് ദോഷമാണെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർമാർ പറയുന്നത് ക്യാൻസർ, അമിതമായ മദ്യപാനം ക്യാൻസർ വരുത്തുന്നു, ലിവർ സിറോസിസ് വരുത്തുന്നു, അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരുത്തുന്നു. അമിതമായ ഡോക്ടർമാർ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ മിതമായ മദ്യം ആകാം എന്നവർ പറയുന്നില്ല, എടുത്ത്, കാരണം അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അമിതമായ അമൃതും വിഷമെന്നാണ് നമ്മൾ പറയുന്നത്, മലയാളം ചൊല്ലുള്ളത്. ഇതേ പരോക്ഷമായി ഇതിനെ ഡോക്ടർമാരെ എതിർക്കുന്നില്ല എന്നർത്ഥം, അനുകൂലിക്കുന്നുമില്ല. അവർ പറയുന്നുണ്ട് അമിതമായ മദ്യപാനം ഹൃദയരോഗത്തിനുണ്ടാക്കാം, ഡയബറ്റിക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാക്കാം. ഈ മദ്യപിക്കാത്ത എത്രയോ പേർക്ക് ലിവർ സിറോസിസ് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ മദ്യപിക്കാതിരിക്കുന്നവർ മദ്യപിക്കാതിരിക്കുക, മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ ഇതിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ സ്പിരിറ്റ്. പഞ്ചാബിനെ ഒരുപക്ഷെ കേരളം മദ്യപാനത്തിൽ കടത്തിവെട്ടുന്നു എന്ന വാർത്തകൾ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഈ ചർച്ചയിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഉപയോഗിച്ച വാക്കുകൾക്കൊപ്പം ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ തന്നെ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് കേരളം പഞ്ചാബിനെ കടത്തിവെട്ടി എന്നാണ്. ഒരുപക്ഷെ വെറ്ററനായിട്ടുള്ള മദ്യപാനികൾ മുതൽ യുവ കുടിയിലേക്ക് ലൈസൻസിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ വരെ മദ്യത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരുപാട് തലപുകേണ്ടി വരില്ല. എങ്കിലും കൂടുതൽ ചിന്തകളുമായി പ്രേക്ഷകർ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.